നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. കൊച്ചി കോർപ്പറേഷൻ ഹാളിൽ പ്രതിപക്ഷ കൗൺസിലർ ബെന്നി നിരാഹാര സമരം നടത്തുന്നു. ഫോർട്ട് കൊച്ചി ബോട്ട് ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടാണ് നിരാഹാര സമരം. ഈ വിഷയം ചർച്ച ചെയ്യുന്നു ബിഗ് സ്റ്റോറി. അഡ്വക്കേറ്റ് എം അനിൽകുമാർ, CPIM കൗൺസിലർ, ആദ്യം ഈ ചർച്ചയിൽ. ശ്രീ അനിൽകുമാർ, നിങ്ങൾ ആരോട് എന്തിനു വേണ്ടിയാണ് സമരം നടത്തുന്നത്? ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിടാൻ മേയർക്കോ കൗൺസിലിനോ കഴിയില്ല എന്ന് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടല്ലോ. പിന്നെ ഈ കൗൺസിൽ ഹാളിൽ സമരം നടത്തുന്നത് എന്തിനു വേണ്ടിയാണ്? ഇതിൽ 2-3 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, ഒരു ജുഡീഷ്യൽ അന്വേഷണം മേയറും കൗൺസിലും ഏകകണ്ഠമായി ആവശ്യപ്പെട്ടെങ്കിൽ സ്വാഭാവികമായും പിന്നെ എന്തുകൊണ്ട് ഗവൺമെൻറ് ജുഡീഷ്യൽ അന്വേഷണം അനുവദിക്കുന്നില്ല എന്നുള്ള പ്രശ്നം വളരെ ഗൗരവമായി നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നൊരു കാര്യം, ഈ കൗൺസിലിനകത്തിരുന്ന് പ്രമേയം പാസാക്കുന്ന മേയർ തന്നെ പിന്നീട് പരസ്യമായി മാധ്യമങ്ങളുടെ മുമ്പിൽ ജുഡീഷ്യൽ അന്വേഷണം യഥാർത്ഥത്തിൽ അനാവശ്യമായ ഒരു അന്വേഷണമാണ് എന്ന് പറയുമ്പോൾ ഞങ്ങളക്കാര്യത്തിൽ മനസ്സിലാക്കുന്നത് കള്ളൻ യഥാർത്ഥത്തിൽ കപ്പലിൽ തന്നെയാണ്, അത് ഈ കപ്പലിൻ്റെ കപ്പിത്താനായ മേയർ തന്നെയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കണം. ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഇൻലാൻഡ് വെസൽസ് ആക്ട് അനുസരിച്ച് നിരവധി മാധ്യമങ്ങൾ തന്നെ പിന്നീട് ചൂണ്ടിക്കാണിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ബോട്ട് അപകടമുണ്ടായാൽ സ്വാഭാവികമായും ഒരു പോലീസ് അന്വേഷണം കൊണ്ട് ആ ബോട്ട് അപകടത്തിൻ്റെ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ കഴിയില്ല. 2010 രൂപീകരിച്ച റൂൾസ് അനുസരിച്ച്, സെൻട്രൽ ആക്ടിന് ഉണ്ടാക്കിയ റൂൾസ് അനുസരിച്ച് ഒരു ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഒരു മജിസ്റ്റീരിയൽ അന്വേഷണം നടക്കണം എന്ന കാര്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതിൽ ഉണ്ടാകേണ്ട മാരിടൈം എക്സ്പേർട്സും ഉൾപ്പെടെയുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ടല്ലാതെ ഒരു ബോട്ട് അപകടത്തിൻ്റെ ചുരുൾ ഒരു കാരണവശാലും അഴിയില്ല എന്നുള്ള പ്രധാനപ്പെട്ട പ്രശ്നമാണ് നിൽക്കുന്നത്. ഇത് ഒരു കാര്യം. ഞാൻ രണ്ടാമതൊരു കാര്യം കൂടി താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഞങ്ങൾ ജുഡീഷ്യൽ അന്വേഷണം എന്ന കേവലമായ ഒരു ആവശ്യത്തെ അടിസ്ഥാനപ്പെടുത്തി മാത്രമല്ല ഞങ്ങളുടെ സമരം ആരംഭിച്ചത്. ഞങ്ങൾ മറ്റ് 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉന്നയിച്ചു. നഷ്ടപരിഹാര പാക്കേജിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു. എന്താണ് നഷ്ടപരിഹാര പാക്കേജ് അംഗീകരിക്കാൻ ഗവൺമെൻറ് മടിക്കാനുള്ള കാരണം എന്താണ് എന്ന് ഗവൺമെൻറ് വിശദീകരിക്കണ്ടേ? നഷ്ടപരിഹാര പാക്കേജിന് പോലീസ് അന്വേഷണം ഏതെങ്കിലും നിലയിൽ തടസ്സമാണോ? ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ മറ്റൊരാവശ്യം പ്രധാനമായും ഉന്നയിക്കുന്നുണ്ട്. സുരക്ഷിതമായൊരു ബോട്ട് സൗകര്യം, ബോട്ട് യാത്രാ സൗകര്യം ഫോർട്ട് കൊച്ചി മേഖലയിൽ ഉണ്ടാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ഏത് നിയമമാണ് അതിനെ തടസ്സപ്പെടുത്തുന്നത്? അപ്പോൾ വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യം, അനാവശ്യമായ ഒരു പിടിവാശി ഇക്കാര്യത്തിൽ ഗവൺമെൻറ് തുടരുകയാണ്. അങ്ങനെ അനാവശ്യമായ ഒരു പിടിവാശി ഗവൺമെൻറ് തുടരാനുള്ള ഗവൺമെൻറ്റിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്ന് പറയുന്നത് ഈ പ്രശ്നത്തിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ കുറ്റവാളികളെ ഒരു കാരണവശാലും ശിക്ഷിക്കരുത് എന്ന് രാഷ്ട്രീയ ബന്ധമുള്ള ആളുകൾക്ക് അതിൽ ധാരണയുള്ളത് കൊണ്ടും പിടിവാശിയുള്ളത് കൊണ്ടുമാണ് ഇത് സംഭവിക്കുന്നത്. അതാണ് നിങ്ങളുടെ നിലപാട്. ശ്രീ എൻ രാധാകൃഷ്ണൻ, BJP നേതാവ്, ടെലിഫോൺ ലൈനിൽ. ശ്രീ എൻ രാധാകൃഷ്ണൻ, കൊച്ചി കോർപ്പറേഷനെതിരെ പ്രതിപക്ഷം നടത്തുന്ന സമരം സതുദ്ദേശപരമാണ്, ആ സമരം പിന്തുണയ്ക്കപ്പെടേണ്ടതാണ് എന്ന നിലപാട് നിങ്ങളെ സംബന്ധിച്ചുണ്ടോ? അല്ല, ഈ സമരത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ബോട്ട് അപകടത്തെ സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണം എന്നുള്ള വിഷയം വളരെ ന്യായമായിട്ടുള്ള ഒരു ആവശ്യമാണ്. അതേസമയം തന്നെ ഞാൻ ഈ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട കഴിഞ്ഞൊരു 5 വർഷ കാലയളവിലെ ഭരണവും അതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ പരിശോധിച്ച സമയത്ത് കേരളത്തിലെ ഇടതുപക്ഷ വലതുപക്ഷ പാർട്ടികൾ സംസ്ഥാന ഗവൺമെന്റിൽ നടത്തുന്ന അതേ ഒത്തുകളി രാഷ്ട്രീയം തന്നെയാണ് ഈ കോർപ്പറേഷൻ നടത്തിയിട്ടുള്ളത്. നമ്മുടെ ബഹുമാനായ ഗവർണർ, ബഹുമാനായ മേയർ ഏതാണ്ട് 23 പ്രാവശ്യം വിദേശ പര്യടനം നടത്തി. ഏതാണ്ട് 312 ദിവസമാണ് അദ്ദേഹം വിദേശ പര്യടനം നടത്തിയത്. അദ്ദേഹം വിദേശ പര്യടനം നടത്തുമ്പോൾ ഇപ്പോൾ കോർപ്പറേഷന് മുമ്പിൽ നിരാഹാര സമരം നടത്തുന്ന പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഒരുമിച്ചാണ് വിദേശ പര്യടനം നടത്തിയിട്ടുള്ളത്. അപ്പൊ കഴിഞ്ഞ 5 വർഷമായി ഇവർ നടത്തിയിട്ടുള്ള എല്ലാ ഇടപാടുകളും ഒരുമിച്ച് നടത്തിയിട്ടുള്ള ഇടപാടുകളാണ്. ആ ഒരുമിച്ച് ഇടപാടുകൾ നടത്തിയതിനു ശേഷം ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഒരു സ്മാർട്ട് സിറ്റി പ്രഖ്യാപിക്കുന്നു. വലിയ പ്രതീക്ഷകൾ നൽകുന്ന ഒരു സംവിധാനമാണ്. അതിന്റെ പ്രാഥമികമായ പഠനത്തിന് വേണ്ടി 2 കോടി രൂപ, അതിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ 200 കോടി രൂപ, ഈ രീതിയിൽ കേന്ദ്ര ഗവൺമെന്റ് അലോട്ട് ചെയ്യുന്ന കേരളത്തിന് ലഭിച്ചിട്ടുള്ള സ്മാർട്ട് സിറ്റി സംവിധാനം, അതിനെക്കുറിച്ച് കോർപ്പറേഷൻ കൗൺസിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഗ്രാമസഭകൾ വിളിച്ചു ചേർക്കാൻ വേണ്ടി നേരമില്ല. പരസ്പര ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് 5 വർഷ കാലയളവിനുള്ളിൽ കേരളത്തിൽ കിട്ടേണ്ട ഏറ്റവും മർമ്മപ്രധാനമായ സ്മാർട്ട് സിറ്റി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, ആ സംവിധാനത്തെക്കുറിച്ച് ഗൗരവമായി ചർച്ച നടത്തുകയും എക്സ്പെർട്സായി ചർച്ച നടത്തുകയും
റെസിഡൻഷ്യൽ അസോസിയേഷൻ ഉൾപ്പെടെയുള്ള എല്ലാവരുമായി ഒരു ഏകീകൃത സ്വഭാവത്തോടെ കൊണ്ടുവരേണ്ട ഒരു ഘട്ടത്തിൽ അതിനാവശ്യമായ രീതിയിൽ അരങ്ങൊരുക്കുന്നതിന് പകരം ഇവരെടുത്തിട്ടുള്ള ഈ നിലപാടുകൾ എന്തടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. തുടരുക ശ്രീ എ എൻ രാധാകൃഷ്ണൻ. ശ്രീ അനിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പ്, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഏറ്റവും അടുത്തു നിൽക്കുകയാണ്. ഇനി ഒരു മാസം കഷ്ടിയേ ഉള്ളൂ. പരമാവധി രാഷ്ട്രീയമായ നേട്ടം ഉണ്ടാക്കുക എന്നതിൽ കവിഞ്ഞ് സമരത്തിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ? കഴിഞ്ഞ 5 വർഷക്കാലം അത്ര തീക്ഷ്ണമായ സമരം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആരും കണ്ടിട്ടുമില്ല. നോക്കൂ, ജുഡീഷ്യൽ അന്വേഷണം, ബോട്ട് ദുരന്തങ്ങൾ ഉണ്ടായി എല്ലാ കാലത്തും നടത്തിയിട്ടുണ്ട്. കണ്ണമാലി ബോട്ട് ദുരന്തം മുതൽ ഇങ്ങോട്ട് ഒട്ടേറെ അന്വേഷണ കമ്മീഷനുകൾ, ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനുകൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെയൊക്കെ റിപ്പോർട്ട് കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ ഫോർട്ട് കൊച്ചിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ എറണാകുളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒരു തവണ കൂടി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കുക, അവരുടെ റിപ്പോർട്ട് വാങ്ങിക്കുക, അത് ഷോക്കേസിൽ വെക്കുക എന്നുള്ളതല്ലല്ലോ. സമരത്തിന് വേണ്ടി ഒരു സമരം എന്നതിനപ്പുറത്ത് ജനകീയ വിഷയങ്ങൾ ഉയർത്താൻ യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് കഴിയുന്നുണ്ടോ? അല്ല, ഞാനൊരു കാര്യം വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. യഥാർത്ഥത്തിൽ ജുഡീഷ്യൽ അന്വേഷണം എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അത് പ്രഖ്യാപിക്കാൻ വൈകുന്നു? ഞങ്ങൾ ഒരു കാര്യം വളരെ സുവ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും ഇന്നത്തെ ഞങ്ങളുടെ ഈ സമരവും തമ്മിൽ ഒരു ബന്ധവുമുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നില്ല. ഈ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ പറയുന്ന പ്രശ്നത്തിനകത്ത് മറ്റ് വിവാദങ്ങളില്ലെങ്കിൽ പിന്നെ സ്വാഭാവികമായും അന്വേഷിക്കാമല്ലോ. ഇവിടെ ഒരു കാര്യം ഞാൻ ചോദിച്ചതിന് അപ്പുറത്ത് കോൺഗ്രസിൻ്റെ ആരുമില്ല, ഈ സന്ദർഭം വരെ ഇല്ല. എന്തുകൊണ്ടൊരു നഷ്ടപരിഹാര പാക്കേജ് പ്രഖ്യാപിക്കുന്നില്ല? ശരി, അങ്ങനെയാണെങ്കിൽ ശ്രീ അനിൽ, നിങ്ങൾ ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികളാണല്ലോ. ഇവിടെ കോർപ്പറേഷനിലെ കൗൺസിലർമാർ കൗൺസിൽ ഹാളിനകത്ത് നടത്തുന്ന സമരം എങ്ങനെ സമ്മർദ്ദത്തിലാക്കാനാണ് സർക്കാരിനെ? തിരുവനന്തപുരത്ത് ആര് തീരുമാനിക്കണം? ഇത് സംസ്ഥാന സർക്കാർ തീരുമാനിക്കണം. നിങ്ങളുടെ പ്രസ്ഥാനം ഒരു ബഹുജന സമരം എന്തുകൊണ്ടാണ് ഈ എറണാകുളം നിവാസികളുടെ സുരക്ഷയെ കരുതി രൂപീകരിക്കാത്തത്, അത് നടത്താത്തത്? ഈ കൗൺസിൽ ഹാളിനകത്ത് സമരം ചെയ്താൽ സർക്കാർ ഇക്കാര്യങ്ങളിൽ വഴങ്ങുമോ? അഭിലാഷ്, ഇക്കാര്യത്തിൽ എന്നെ ഒന്ന് പറയാൻ പൂർത്തീകരിക്കാൻ അനുവദിക്കണം. ബഹുമാന്യനായ ശ്രീ എ എൻ രാധാകൃഷ്ണൻ ഒരു കാര്യം ചോദിച്ചു. നിങ്ങൾ സ്മാർട്ട് സിറ്റിയുടെ പദ്ധതി അട്ടിമറിക്കാനാണോ യഥാർത്ഥത്തിൽ അത് ചർച്ച ചെയ്യാതെ ഇക്കാര്യങ്ങൾ പറഞ്ഞത് എന്ന്. അദ്ദേഹം എന്നെക്കാളൊക്കെ ഒരുപാട് അനുഭവ സമ്പത്തുള്ള രാഷ്ട്രീയ പ്രവർത്തകനാണ്. എനിക്ക് പരിപൂർണമായി വ്യക്തിപരമായി അദ്ദേഹത്തിനോട് ബഹുമാനമുണ്ട്. പക്ഷെ അദ്ദേഹം അറിയാത്തൊരു കാര്യമുണ്ട്. ഇന്ന് ഞങ്ങൾ മണിക്കൂറുകൾ നീണ്ട ചർച്ചയാണ് സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് നടത്തിയത്. എന്നാൽ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട വാർഡ് സഭ ചർച്ചകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഞങ്ങൾ സമ്പൂർണ്ണമായ പിന്തുണ ഞങ്ങൾ ആ കാര്യത്തിൽ വാഗ്ദാനം ചെയ്തു. എന്ന് മാത്രമല്ല, സ്മാർട്ട് സിറ്റിയുടെ കാര്യത്തിൽ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്താനെങ്കിലും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ശ്രീ എ എൻ രാധാകൃഷ്ണനെ പോലെയുള്ള ആളുകൾ ഞങ്ങൾക്കൊരു അവസരം തരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കൗൺസിലറാണ് അദ്ദേഹം, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനുമാണ്. ടെലിഫോണിൽ ശ്രീ അഷ്റഫ്, താങ്കൾ ഈ ബോട്ട് ആവശ്യമുള്ള ആളുകളുടെ ദുരിതങ്ങൾ നേരിട്ടറിയാവുന്ന, അവരെ പ്രതിനിധീകരിക്കുന്ന ആൾ കൂടിയാണല്ലോ. എന്തുകൊണ്ടാണ് ഈ ഇടതുപക്ഷം മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അന്യായമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? ഫോർട്ട് കൊച്ചി അടക്കം പശ്ചിമ കൊച്ചിയിൽ താമസിക്കുന്ന ആളുകൾക്ക് ശരിയായ യാത്രാ സുരക്ഷിതത്വം വേണം, അവർക്ക് അപകടമുണ്ടായ ആളുകൾക്ക് ദുരിതാശ്വാസ പാക്കേജ് വേണം തുടങ്ങിയ ആവശ്യങ്ങളുമായി പ്രതിപക്ഷ കൗൺസിലർമാർ സമരം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളും കൂടെ സമരം ചെയ്യുകയല്ലേ വേണ്ടത്? തീർച്ചയായും ഇതൊരു സമരത്തിന് വേണ്ടിയുള്ള സമരമെന്ന് ഇതിനെ കണക്കാക്കാൻ പറ്റുള്ളൂ. കാരണം യഥാർത്ഥത്തിൽ ബോട്ട് ദുരന്തം ഉണ്ടായതിനെ പറ്റി വളരെ വ്യക്തമായിട്ട് ഈ പൊതുസമൂഹത്തിന് അറിയാവുന്ന ഒരു കാര്യമാണ്. സമരം ഞങ്ങൾ എതിർക്കുന്നില്ല. പക്ഷെ സമരം ഞങ്ങൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ തമ്മിൽ ചർച്ച ചെയ്ത്. അതല്ല ശ്രീ പി കെ അഷ്റഫ്, ഞാൻ ചോദിക്കുന്നത് ഈ ആവശ്യങ്ങൾ, ഇവർ ഉയർത്തുന്ന ആവശ്യങ്ങൾ അന്യായമാണോ? എങ്ങനെയാ ഉയർത്തുന്ന ആവശ്യം? ഒരു പാക്കേജ് ഞങ്ങൾ കൊച്ചി ഇന്ത്യ മഹാരാജ്യത്ത് ഒരു നഗരസഭ നേരിട്ട് ഒരു സാമ്പത്തിക സഹായം ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. മരണപ്പെട്ടുപോയുള്ള കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയുള്ള സാമ്പത്തിക സഹായങ്ങൾ ചില ന്യായമാണ്, ചില കാര്യങ്ങളൊക്കെ പക്ഷെ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നത്. ചില കാര്യങ്ങൾ ന്യായം എന്നുള്ളതല്ലോ ഈ വിഷയത്തിൽ. കേരളത്തിൽ ബോട്ട് ദുരന്തങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനുകൾ ഉണ്ടായിട്ടുണ്ട്. ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനുകൾ അന്വേഷണം നടത്തിയിട്ടുണ്ട്. അക്കാര്യത്തിൽ പുതുമയില്ല, അതെന്തോ അത്ഭുതകരമായ ആവശ്യവുമല്ല. എന്തുകൊണ്ടാണ് കഴിഞ്ഞ മന്ത്രിസഭായോഗം ചേർന്നപ്പോൾ അടുത്ത മന്ത്രിസഭായോഗം ഇക്കാര്യം ചർച്ച ചെയ്യും എന്നുള്ളതായിരുന്നല്ലോ അനൌദ്യോഗികമായ അറിയിപ്പ്? ഇന്നൊരു മന്ത്രിസഭായോഗം കഴിഞ്ഞു. ഇക്കാര്യത്തിൽ എന്തിനാണ് സർക്കാരിന് പിടിവാശി? ജുഡീഷ്യൽ അന്വേഷണത്തിന് നഗരസഭ എതിരല്ല. പക്ഷേ ഇതിനകത്തൊരു ക്രിമിനൽ പശ്ചാത്തലമുള്ളത് കൊണ്ട് ADGP അന്വേഷിക്കുന്നതിന്റെ ആ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ മാത്രമേ ജുഡീഷ്യൽ അന്വേഷണത്തെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം ശരിയായ രീതിയിൽ ഒരു അന്വേഷണം 1.5 മാസം ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് പറയുന്ന
ആ അന്വേഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണോ, അതോ ജുഡീഷ്യൽ അന്വേഷണം പോലെ 10 വർഷമായിട്ടും ഇന്ന് വരെ വെളിച്ചം കാണാത്ത ഒട്ടനവധി ജുഡീഷ്യൽ അന്വേഷണങ്ങൾ ഇവിടെ നിന്ന് വെളിച്ചം കണ്ടിട്ടില്ല. അപ്പൊ അത്തരം ഒരു അന്വേഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ജുഡീഷ്യൽ അന്വേഷണം നഗരസഭ അല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ കോർപ്പറേഷൻ കൗൺസിൽ ഏകകണ്ഠമായി എന്തിനാണ് ജുഡീഷ്യൽ അന്വേഷണം ശുപാർശ ചെയ്തത്? നിങ്ങൾക്ക് നേരത്തെ ഇക്കാര്യം അറിയാൻ പാടില്ലായിരുന്നോ? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ജുഡീഷ്യൽ അന്വേഷണം ശുപാർശ ചെയ്യുന്ന ഒരു കൗൺസിൽ അയക്കേണ്ടതിന് തീരുമാനിച്ച അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഗവൺമെന്റിന് ഒരു നിയമമുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രഖ്യാപിത ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യപ്രകാരം ഗവൺമെന്റ് ഇതിൽ താങ്കളുടെ വാദത്തിൽ വൈരുദ്ധ്യമുണ്ട്. ഷിഫിക അഷ്റഫ്, അവർ ഉയർത്തുന്ന രണ്ടാമത്തെ ആവശ്യം നഷ്ടപരിഹാര പാക്കേജ്, മൂന്നാമത്തെ ആവശ്യം യാത്രാ സുരക്ഷിതത്വം, ഇക്കാര്യങ്ങളിലൊന്നും നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ. എന്തുകൊണ്ടാണ് അതിനെ പിന്തുണയ്ക്കാത്തത്? നിങ്ങൾ ഈ സമരത്തെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? സമരത്തെ എതിർക്കാൻ ഒരു സമരത്തിന് വേണ്ടിയുള്ള സമരമാണത്. ഞാൻ പറയുന്നത് ഒരു സമരത്തിലേക്ക് എടുത്തു ചാടുന്നതിന് മുമ്പ് ചർച്ച ചെയ്യാനുള്ള ഒട്ടനവധി അവസരങ്ങളുണ്ടായിരുന്നു. അല്ലെങ്കിൽ മേയറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റുള്ള ഏജൻസികളുമായി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചതിന് ശേഷം അതിലൊരു നിഷേധാത്മകമായ നിലപാട് നമ്മുടെ ഭാഗത്തുണ്ടെങ്കിൽ മാത്രമേ ഇത്തരം അവസാനം പ്രയോഗിക്കുന്ന നിരാഹാരം പോലെ സമരത്തിലേക്ക് എടുത്തു ചാടാൻ പാടുള്ളൂ. ശരി, അതുകൊണ്ടാണ് നിങ്ങൾ ഈ സമരത്തെ പിന്തുണയ്ക്കാത്തത്. ശ്രീ അനിൽ, അത് ശരിയല്ലേ? ഒരു പോലീസ് അന്വേഷണം നടക്കുകയാണ്, ആ അന്വേഷണം പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിനുശേഷം ജുഡീഷ്യൽ അന്വേഷണം നടത്തുന്ന കാര്യത്തിൽ ഏകകണ്ഠമായ അഭിപ്രായം കൗൺസിലിനുണ്ട്. അത് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. സർക്കാർ അത് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതുവരെ കാത്തിരിക്കാം. ബാക്കി ആവശ്യങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ അതേ നിലപാട് തന്നെയാണ് ഭരണപക്ഷത്തിനും ഉള്ളത്. എന്തിനാണ് ഈ സമരം എന്നാണ് അവർക്ക് മനസ്സിലാക്കാത്തത്? അഭിലാഷിന് ഇപ്പോൾ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് സമരം ഉണ്ടാകുന്നതെന്ന്? ശ്രീ അഷ്റഫ് ഇപ്പോൾ എന്താ പറഞ്ഞത്? ജുഡീഷ്യൽ അന്വേഷണം ഒരു കാര്യവുമില്ല, അത് പൊടി പിടിച്ച് കിടക്കാൻ പോകുന്ന അന്വേഷണമാണെങ്കിൽ, പൊടി പിടിച്ച് കിടക്കാൻ പോകുന്ന ഒരു ജുഡീഷ്യൽ അന്വേഷണത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ കൗൺസിലിൻ്റെ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ യഥാർത്ഥത്തിൽ സ്റ്റേജിലിരുന്ന് ഡയസിലിരുന്നു കൊണ്ട് മേയർ പിന്നീട് എന്തിനു ഉത്തരവിട്ടു? അപ്പോൾ ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു. 1. 2, നിയമപ്രകാരം തന്നെ ഈ ഞാൻ സൂചിപ്പിച്ച നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മജിസ്റ്റീരിയൽ അന്വേഷണം നടത്തണമെന്ന് നിയമവ്യവസ്ഥയിൽ വളരെ വ്യക്തമായി ആ കേന്ദ്ര നിയമത്തിൻ്റെ 33-ാം വകുപ്പ് പറയുമ്പോൾ 2010 റൂൾസ് പറയുമ്പോൾ പിന്നെ എന്തിനാണ് ആ അന്വേഷണത്തിൽ നിന്നും ഇവർ മാറി നിൽക്കുന്നത്? ശ്രീ അഭിലാഷ്, വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. ഇവിടെ യഥാർത്ഥത്തിൽ കുമരകത്തോ മറ്റോ സംഭവിച്ചതുപോലെ ഒരു ബോട്ട് അപകടമല്ല. ഈ അപകടത്തിൻ്റെ പിന്നിൽ സ്വാഭാവികമായ ചില ദുരൂഹതകളുണ്ട്. ആ ബോട്ടിൻ്റെ കാലപ്പഴക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. 3 തവണ കോർപ്പറേഷന് വണ്ടി ചെക്ക് തരുന്ന കരാറുകാരനെതിരായി എന്തുകൊണ്ടൊരു ക്രിമിനൽ കേസ് എടുത്തില്ല എന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ ഉത്തരമുണ്ടായിരുന്നില്ല. ഞങ്ങളൊരു പ്രത്യേക കൗൺസിൽ യോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ മേയർ ഞങ്ങളുടെ പ്രത്യേക കൗൺസിൽ യോഗം എന്ന ഡിമാൻഡ് അംഗീകരിച്ചില്ല. ഈ ഫയൽ മുഴുവൻ ഇവിടെ പൂഴ്ത്തിവെച്ചു. ഞങ്ങൾ സെക്രട്ടറിയുടെ മുമ്പിൽ സമരം ചെയ്തപ്പോഴാണ് ആ ഫയൽ പുറത്തു വന്നത്. ഞങ്ങൾ നാട്ടുകാരുടെ മുമ്പിൽ ഇക്കാര്യങ്ങൾ കൗൺസിലിൽ ചർച്ച ചെയ്തപ്പോഴാണ് നാട്ടുകാർ ഈ ഫയലിലെ ഡിസ്ക്രിപ്പൻസി മുഴുവൻ അറിയുന്നത്. വളരെ വ്യക്തമല്ലേ? ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് എന്തോ ഒളിക്കാനുണ്ട്, നിഗൂഢമായ ബന്ധങ്ങളുണ്ട്. അഭിലാഷ് ചോദിച്ച രണ്ടാമത്തെ ഭാഗത്തിന് എന്താ ഇവരുടെ ഉത്തരം? ശ്രീ അഷ്റഫ് എന്താ ഉത്തരം പറയാത്തത്? നിങ്ങൾക്ക് ശരിക്കും ശ്രീ അഷ്റഫിനെ അറിയില്ല, എനിക്ക് നന്നായി അറിയാം. ഏത് കാര്യം വേണമെങ്കിലും വളരെ നിഷ്പ്രയാസം സാധിക്കുന്ന ഒരാളാണ് അഷ്റഫ്. അഷ്റഫ് വിചാരിച്ചാൽ ഈ പറയുന്ന മുഖ്യമന്ത്രിയെ കൊണ്ട് മുസ്ലിം ലീഗ് വിചാരിച്ചാൽ ഈ നാട്ടിൽ നടക്കാത്ത കാര്യമുണ്ടോ? ശരി, അത് രാഷ്ട്രീയമായ മത്സരം. ഞാൻ അതിലേക്ക് വരാം. അതിനു മുൻപ് രാധാകൃഷ്ണൻ ഈ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ, ജുഡീഷ്യൽ അന്വേഷണം, ദുരിതാശ്വാസ പാക്കേജ്, സുരക്ഷിതമായ യാത്ര, ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആ ആവശ്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ ഒരു ബഹുജന പ്രക്ഷോഭം അനിവാര്യമല്ലേ? അല്ല, ഈ ആവശ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം തികച്ചും ന്യായമായിട്ടുള്ള ആവശ്യമാണ് എന്നുള്ളതാണ് എന്റെ നിലപാട്. ഞാൻ ഈ വിഷയത്തെ കണ്ടുള്ളത് 2-3 രീതിയിലാണ്. ഈ ബോട്ട് അപകടങ്ങളുടെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ആ ബോട്ടിന്റെ കാലപ്പഴക്കം പരിശോധിക്കണം. ആ ബോട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ആ ബോട്ട് ഉപയോഗശൂന്യം അല്ലെങ്കിൽ ബോട്ടിന്റെ സാധാരണഗതിയിലുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കി ബോട്ടിന്റെ നൽകുന്ന സംവിധാനം അതിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ കാലയളവ് 5 വർഷമായിരുന്നു. അതിനു മുമ്പുള്ള എന്തായിരുന്നു സ്ഥിതി? ശബ്ദ വ്യക്തതയിൽ കുറവുണ്ട്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ANR, ശ്രീ അഷ്റഫ്, അക്കാര്യത്തിൽ കോർപ്പറേഷന് മറുപടി പറയാൻ ഉണ്ടാകണം. കാരണം ഇത് വെറും ഒരു ബോട്ടല്ല, കോർപ്പറേഷൻ കരാറ് കൊടുത്ത ബോട്ടാണ്. അങ്ങനെ കരാറ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഫിറ്റ്നസ് പരിശോധിച്ചിട്ടുണ്ടോ എന്ന പ്രശ്നമുണ്ട്. 35 വർഷം കാലപ്പഴക്കമുള്ള ബോട്ടാണ്. ഇത്ര കാലപ്പഴക്കമുള്ള സുരക്ഷിതമല്ലാത്ത ബോട്ട് യാത്രക്കാരെ കയറ്റാൻ എങ്ങനെ അനുവദിച്ചു എന്നുള്ളത് വളരെ ഗുരുതരമായ പ്രശ്നമാണ്. കോർപ്പറേഷൻ കരാറ് കൊടുത്ത ബോട്ടായതുകൊണ്ട് അതിൻ്റെ മറുപടി കോർപ്പറേഷൻ പറയുകയും വേണം. അന്വേഷണത്തെ യഥാർത്ഥത്തിൽ ഭയമുണ്ടോ? ഇല്ല, ഒരിക്കലും ഭയക്കുന്നില്ല. അന്വേഷണത്തെ ഒരിക്കലും ഭയക്കില്ല. കാരണം ഒരു നഗരസഭ കരാറുമായി ബോട്ടിന്റെ കരാറുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുന്നത് കേരള പോർട്ടിന്റെ ലൈസൻസും കൊച്ചിൻ പോർട്ടിന്റെ ലൈസൻസും അത് രണ്ടും പരിശോധിച്ച്
അത് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് കരാറിൽ ഒപ്പുവെക്കുന്നത്. ഇപ്പോൾ നേരത്തെ അനിൽ സൂചിപ്പിച്ചതുപോലെ ചില വിഷയങ്ങൾ കരാറുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് ഒരു ബോട്ട് ദുരന്തത്തിന് കാരണമാവുന്നത്. കരാറുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അത് വേറെ ചർച്ച ചെയ്യാം. അല്ല, അതെങ്ങനെ ശരിയാകും പി കെ അഷ്റഫ്? നിങ്ങൾ കരാർ കൊടുത്ത ബോട്ടാണ് അപകടം ഉണ്ടാക്കിയത്. ആ ബോട്ടിന് ഫിറ്റ്നസ് ഉണ്ടായിരുന്നില്ല, 35 വർഷം കാലപ്പഴക്കം ഉണ്ടായിരുന്നു. അതാണ് ആ 10 ജീവനുകൾ 11 ജീവനുകൾ പൊലിയാൻ ഇടയാക്കിയത്. അപ്പോൾ കരാറുമായി ബന്ധപ്പെട്ട വിഷയം എന്തിന് വേറെ ചർച്ച ചെയ്യണം? അല്ല, ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോ ADGP അന്വേഷിക്കുന്ന അന്വേഷണത്തിൽ ഒരു ഓപ്പൺ സ്റ്റേറ്റിൽ അദ്ദേഹം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ജനങ്ങൾക്ക് നേരിട്ട് പരാതി സമർപ്പിക്കാം, ഇത്തരമുള്ള പ്രശ്നങ്ങൾ അവിടെ ഉന്നയിക്കാം. ആ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് അതിപ്പോ ഒരു ജുഡീഷ്യൽ അന്വേഷണം വന്നതിനാൽ നമുക്ക് നേരിട്ട് പോയി മൊഴി കൊടുക്കാൻ സാധിക്കുള്ളൂ. ഇതൊരു സ്റ്റേറ്റ് ഇതിനു വേണ്ടി ഓപ്പൺ ചെയ്യുന്നത്. അദ്ദേഹം പറയുന്ന പരാതികൾ സമർപ്പിക്കാം. ആ പരാതികൾ ശരിയാണെങ്കിൽ അതിന് നടപടി സ്വീകരിക്കാം. നഗരസഭ ഒരു കാരണത്തിലും നഗരസഭ ഇതിന്റെ പേരില്ല. പക്ഷേ ഞങ്ങൾ പറയുന്നത് നിരാഹാരപ്പോലുള്ള സമരങ്ങൾ നഗരസഭയുടെ പ്രവർത്തനത്തെ കാര്യമായ രീതിയിൽ ബാധിക്കുന്നു. പൊതുജനങ്ങൾക്ക് ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു. അവർ പറയുന്ന ആവശ്യങ്ങൾ ഞങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാവുന്നതാണ്, പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. അല്ല, ഇതിൽ പൊതുജനങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നാണ് ഇന്നവർ നടപടിക്രമങ്ങളിൽ ചർച്ചകളിൽ പങ്കെടുത്തു എന്ന് നേരത്തെ അനിൽ സൂചിപ്പിക്കുകയുണ്ടായി. ജനങ്ങളുടെ അസൗകര്യം എന്നതിനപ്പുറത്ത് ഇക്കാര്യത്തിൽ തീരുമാനം വേണമല്ലോ. ആരാണ് ഫോർട്ട് കൊച്ചി ബോട്ട് അപകടത്തിന് ഇടയാക്കിയത് എന്ന് കണ്ടുപിടിക്കപ്പെടണമല്ലോ. അക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് ആർജവമുള്ള ഒരു നിലപാട് കോർപ്പറേഷൻ സ്വീകരിക്കാത്തത്? നിങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, കോർപ്പറേഷൻ കരാർ കൊടുത്ത ബോട്ടാണ് അപകടമുണ്ടാക്കിയത് എന്നതുകൊണ്ട് തന്നെ. ഹലോ, ശ്രീ അഷ്റഫ്, ഹലോ, എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണത്തിനുള്ള ആർജവം കാണിക്കാതിരിക്കുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അന്വേഷണത്തിനുള്ള ആർജവക്കുറവൊന്നും ഇവിടെ ഇല്ല. ഞങ്ങൾ ഐക്യകണ്ഠേന ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടതാണ്. അത് ഗവൺമെന്റിന്റെ ഭാഗത്തുള്ള ഒരു അനുകൂലമായ നിലപാട് ഇതുവരെയും ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് മേയർ വളരെ വ്യക്തമായി പറഞ്ഞത്, പ്രതിപക്ഷ നേതാവ് അടക്കം നമുക്ക് ഒരുമിച്ച് പോയി മുഖ്യമന്ത്രിയെ കണ്ടു, ജുഡീഷ്യൽ അന്വേഷണം നമുക്ക് അനിവാര്യമാണെന്നുള്ള രീതിയിൽ സംസാരിക്കാമെന്ന് മേയർ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്തിനാണ് ഒരു അന്വേഷണത്തിന് ഭയപ്പെടുന്ന ആവശ്യം? ഞങ്ങൾ അന്വേഷിച്ചത് ഏതാണ്ട് 20 വർഷത്തോളം ഈ കഴിഞ്ഞ ഭരണത്തിന്റെ തുടർച്ചയായിട്ടാണ് ഈ വോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഇതിൽ സർക്കാരിന് എന്തുകൊണ്ടാണ് പിടിവാശി എന്ന് മനസ്സിലാകുന്നില്ല ശ്രീ അഷ്റഫ്. കഴിഞ്ഞ ആഴ്ച സമരം നടന്നപ്പോൾ മേയറെ അവിടെ ബന്ദിയാക്കി സമരം നടത്തിയപ്പോൾ പ്രതിപക്ഷ നേതാവും കോടിയേരി ബാലകൃഷ്ണനും തന്നെ മുഖ്യമന്ത്രിയുമായി ആശയവിനിമയം നടത്തിയതാണ്. തീരുമാനമുണ്ടായില്ലല്ലോ. ഒരു മന്ത്രിസഭാ യോഗം കൂടി കഴിഞ്ഞു, ഒരു തീരുമാനവും ഉണ്ടായില്ലല്ലോ. എന്തുകൊണ്ടാണ് സർക്കാരിന് ഇക്കാര്യത്തിൽ ഇവിടെ ജുഡീഷ്യൽ അന്വേഷണം ഇല്ല എന്ന പിടിവാശി എന്നത് സംശയം ഉണ്ടാക്കുന്നതാണ്? ഇല്ല, ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞു, മുഖ്യമന്ത്രിയെ കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ ആളുകളുമായി ബന്ധപ്പെട്ട് യാതൊരു റിപ്പോർട്ടും ലഭിച്ചില്ലാന്ന്. അങ്ങനെ മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റാത്ത ഉറപ്പ് ഒരു മേയറിന് പറയാൻ സാധിക്കുമോ? ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്, അത് ക്യാബിനറ്റാണ്. അങ്ങനെ ക്യാബിനറ്റ് പ്രഖ്യാപിക്കേണ്ട ഒരു കാര്യം അതെന്തുകൊണ്ട് പ്രഖ്യാപിക്കുന്നില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതെന്തുകൊണ്ടാണ് പ്രഖ്യാപിക്കാത്തത്? ഈ വിഷയങ്ങൾ അറിയാത്ത ആളല്ലല്ലോ മുഖ്യമന്ത്രി. അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് ഒരുമിച്ച് പോയി ഒരു സംഘമായി. ശരി, തുടരുക, അതാണ് താങ്കളുടെ വാദം. അനിൽകുമാർ, ശ്രീ അഷ്റഫ് സൂചിപ്പിച്ചതുപോലെ ഇക്കാര്യത്തിൽ കോർപ്പറേഷൻ ഒരു പൊതുവികാരം ഉണ്ട് എങ്കിൽ സർക്കാരിനെ അത് സംയുക്തമായി അറിയിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇവിടെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക, കിട്ടിയ ഒരവസരം ഉപയോഗിക്കുക എന്നതിനപ്പുറത്ത് ഇത് എറണാകുളം നിവാസികളുടെ പൊതുസുരക്ഷിതത്വത്തിൻ്റെ പ്രശ്നമാണ്. ഏകകണ്ഠമായി നിലപാടെടുത്തത് സർക്കാരിനെ ബോധിപ്പിക്കാൻ എന്തുകൊണ്ടാണ് കഴിയാത്തത്? അഭിലാഷിന് ഈ ചർച്ചയിൽ പങ്കെടുത്ത് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണ്? ഇവർക്ക് ഇക്കാര്യത്തിലൊന്നും ഏകോപിതമായി സുവ്യക്തമായ അഭിപ്രായം ജുഡീഷ്യൽ അന്വേഷണത്തെ സംബന്ധിച്ചില്ല എന്ന് ഈ ചർച്ചയിൽ തന്നെ അങ്ങേക്കും വ്യക്തമായി കാണും, ബഹുമാന്യനായ ശ്രീ AN രാധാകൃഷ്ണൻ വ്യക്തമാകും. അതിനുള്ള കാരണമാണ് ഞാൻ പറഞ്ഞത്, ഇവർക്ക് എന്തോ ഒളിക്കാനുണ്ടോ എന്ന്. ഞങ്ങൾ ഒരുമിച്ച് തിരുവനന്തപുരത്ത് പോകുന്നത് ആയിരുന്നു തടസ്സമെങ്കിൽ അത് എപ്പോൾ ചെയ്യണമായിരുന്നു? ഞങ്ങളൊരു സമരം ആരംഭിക്കുന്ന ആ സന്ദർഭത്തിൽ മേയർക്ക് പ്രതിപക്ഷ നേതാവിനെയും വിളിച്ച് ചർച്ചയ്ക്ക് പോകാമായിരുന്നല്ലോ. അതൊക്കെ വെറുതെ പറയുന്നതല്ലേ അഭിലാഷ്? ഞാൻ അങ്ങോട്ടൊരു കാര്യം ചോദിക്കട്ടെ, താങ്കൾ ചോദിച്ച രണ്ടാമത്തെ കാര്യത്തിൽ എന്താ അഷ്റഫ് മറുപടി പറയാത്തത്? ഉചിതമായൊരു നഷ്ടപരിഹാര പാക്കേജ് പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രിക്ക് പോലീസ് അന്വേഷണം തടസ്സമാണ്. മറ്റൊന്ന്, ഈ പോലീസ് അന്വേഷണത്തിൻ്റെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ മിനിങ്ങാന്ന് ബഹുമാന്യനായ ADGP ശ്രീ പത്മകുമാർ ഒരു ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന് നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും വിവരം തരാനുണ്ടെങ്കിൽ എന്നെ സമീപിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ഈ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ ഈ പ്രശ്നം നീട്ടിക്കൊണ്ടുപോയി. തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വന്നാൽ പിന്നെ മുഖ്യമന്ത്രിക്ക് കൈ കഴുകാം. ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചാൽ പിന്നെ ഒരു നയപരമായ തീരുമാനവും ക്യാബിനറ്റിന് എടുക്കാൻ കഴിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ മറ്റൊരു കാര്യം ശ്രീ അഷ്റഫിൻ്റെ ശ്രദ്ധയിലേക്ക് പെടുത്തിട്ട് അഷ്റഫ് മറുപടി പറയുമെന്ന് നോക്കാം. ഇതേവരെ ഞങ്ങളോട് മറുപടി പറഞ്ഞിട്ടില്ല. ഞാൻ വണ്ടി ചെക്കിൻ്റെ കാര്യം ചോദിച്ചു. ഈ ബോട്ട് ശ്രീ അഭിലാഷ് മനസ്സിലാക്കേണ്ടത് 1979 റീബിൽട്ടാണ് ഉണ്ടാക്കിയത്, പുതിയത് വാങ്ങുന്നതല്ല. 79 റീബിൽട്ട്.
1979 പുനർനിർമ്മിച്ച ബോട്ടിന് അനുമതി കൊടുത്ത പോർട്ടിന്റെ ആളുകൾ സമാധാനം പറയണ്ടേ? ശരി, അത് വേണം. സമാധാനം തുടരുക ശ്രീ അനിൽകുമാർ. ആവശ്യമല്ല. മാത്രമല്ല ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ സോഹൻ, ഇടതുപക്ഷം ഉന്നയിക്കുന്ന ജുഡീഷ്യൽ അന്വേഷണം, നഷ്ടപരിഹാര പാക്കേജ്, യാത്രാ സുരക്ഷിതത്വം, ഈ ഏത് ആവശ്യത്തിലാണ് നിങ്ങൾക്ക് എതിർപ്പ്? ഞങ്ങൾക്ക് എതിർപ്പില്ല. യാത്രാ സുരക്ഷിതത്വം ഉണ്ടല്ലോ. ഇപ്പോൾ യാത്രാ സുരക്ഷിതത്വം ഉണ്ടാകുന്നു. യാത്രാ സുരക്ഷിതത്വം കൊടുക്കേണ്ടത് കൊച്ചിൻ പോർട്ടിന്റെ ഏരിയയിൽ 2 ഏജൻസിയാണ്. ഒന്ന് കേരള പോർട്ടിന് സർവേ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, 2 കൊച്ചിൻ പോർട്ടിന് അതുപോലെ തന്നെ ഹാർബർ മാസ്റ്ററും സർവേറും എല്ലാം ഉണ്ട്. ഈ 2 ഏജൻസി സർട്ടിഫൈ ചെയ്താൽ മാത്രമേ കൊച്ചിൻ പോർട്ടിന്റെ പരിധിയിൽ ബോട്ടുകൾ ഓടിക്കാൻ സാധിക്കുള്ളൂ. ഈ 2 ഏജൻസിയും ബോട്ട് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അത് എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ചെയ്ത്, എല്ലാ പരീക്ഷണങ്ങളും അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിയുമ്പോഴാണ് അവർ സർട്ടിഫിക്കേഷൻ തരുന്നത്. അപ്പൊ അവര് സർട്ടിഫൈ ചെയ്താല് തീർന്ന്. ദാറ്റ് ഇസ് എ ലാസ്റ്റ് വേർഡ്. അല്ല, അത് ഒഴിഞ്ഞുമാറലാണ്. ശ്രീ സോഹൻ, നിങ്ങൾ കരാർ കൊടുത്ത ബോട്ട് മുങ്ങിയതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഒരൊറ്റ ഇടിയിൽ ഇത് 2ആയി പിളർന്ന് മുങ്ങാനുള്ള കാരണം അതിന്റെ കാലപ്പഴക്കമാണ് എന്ന് അന്ന് തന്നെ നിഗമനമുണ്ടായിരുന്നു. പോകട്ടെ, ഇതൊക്കെ ഒരു ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന് മുൻപാകെ വെക്കാമല്ലോ. അക്കാര്യത്തിൽ എന്തിനാണ് മടി? എന്തിനാണ് ജുഡീഷ്യൽ അന്വേഷണം? DGPയുടെ അന്വേഷണം നടക്കണ്ടല്ല. ജുഡീഷ്യൽ അന്വേഷണം എന്ന് പറഞ്ഞ വാക്കേ കിടന്ന് എല്ലാവരും പറയുന്നത് എന്തിനാണ്? പിന്നെ നിങ്ങൾ എന്തിനാണ് കൗൺസിൽ ചേർന്ന് ഏകകണ്ഠമായി അങ്ങനെ ഒരു നിർദ്ദേശം സർക്കാരിന് മുന്നിൽ വെച്ചത്? 5 കൊല്ലം നിൽക്കണ്ടല്ലോ, 5 കൊല്ലം കാത്തു നിൽക്കണ്ടല്ലോ. ഈ 2-3 മാസം. സോഹൻ, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് നിങ്ങൾ കൗൺസിൽ ചേർന്ന് സംയുക്തമായി എല്ലാവരും ഏകകണ്ഠമായി ജുഡീഷ്യൽ അന്വേഷണം എന്ന ആവശ്യം സർക്കാരിന് മുന്നിൽ വെച്ചത്? ഇക്കാര്യം നേരത്തെ അറിയാൻ കഴിയില്ലായിരുന്നോ? അല്ല, ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് സർക്കാരല്ലേ തീരുമാനിക്കട്ടെ. ഇപ്പൊ ഒരു റിപ്പോർട്ട് വന്ന് DGPയുടെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞിട്ട് ജുഡീഷ്യൽ അന്വേഷണം പരിഗണിക്കാമെന്നുള്ളതാണല്ലോ ഗവൺമെന്റ് പറയുന്നത്. അപ്പൊ DGPയുടെ അന്വേഷണം വരട്ടെ. ഇവർ ഇത്ര വലിയ ഇങ്ങനെ ഒരു തീരുമാനം ആദ്യം സ്പെഷ്യൽ കൗൺസിൽ വേണമെന്ന് പറഞ്ഞു. സ്പെഷ്യൽ കൗൺസിൽ 7 മണിക്കൂറാണ് ചർച്ച. 7 മണിക്കൂറുള്ള പ്രസംഗം മുഴുവൻ. ഈ ബോട്ട് ഇവിടെ നിന്ന് നഗരസഭ നടത്തിയിരുന്നതാണ്. 1872 മുതൽ നഗരസഭ നടത്തുന്ന ഫെറി സർവീസാണ്. അതെ, ആ ഫെറി സർവീസ് സ്വകാര്യ കൈമാറിയത് ഇവിടെ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ തന്നെയാണ്. ഒരു സംശയം വേണ്ടത്. ഈ ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിച്ചാൽ പക്ഷേ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കില്ല. എന്തായാലും കൊച്ചി നഗരസഭയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള പോരാട്ട നാടകം തുടരുകയാണ്. ഇന്ന് രാത്രി മുഴുവൻ അവിടെ കൗൺസിൽ ഹാളിനുള്ളിൽ തന്നെ നിരാഹാര സമരം നടത്തും എന്ന നിലപാടിലാണ് അവിടെ പ്രതിപക്ഷം ഉള്ളത്. അതേസമയം തന്നെ ജുഡീഷ്യൽ അന്വേഷണം എന്നുള്ളത് ഇപ്പോൾ ആവശ്യമില്ല എന്ന നിലപാടിലേക്ക് ഭരണപക്ഷവും എത്തിയിരിക്കുന്നു. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ KJ സോഹൻ, ശ്രീ അനിൽകുമാർ, ശ്രീ അഷ്റഫ്, ഒപ്പം ശ്രീ AN രാധാകൃഷ്ണൻ.